എന്താ കാര്യം പറയാൻ പറ്റില്ല. നെഞ്ചത്ത് കയറി പറയണോ? എന്താ കാര്യം പറയണോ? അതല്ല നാണം കേട്ട കേസാ. ഇത് തന്നെ പണിയാ. ആദ്യം ഈ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ബാക്കിന്റെയും ഭംഗി കാണും. അലില വയറുള്ള ചാവല്യമ്മേ നിന്നെ അങ്ങനെയെന്ന് വിളിച്ചോട്ടെ ഞാൻ. ചോരയും നീരും ഊറ്റി കുടിക്കുന്ന ഇനവാ, കണ്ടില്ലേ? താനെന്തായി പിച്ചും പേയും പറയണേ? ആരായാള് പിടിച്ച് പുറത്താക്കടോ. ഒരു ന്യൂസൻസ് കയറി വന്നോളൂ. നീ എന്താ പറഞ്ഞതെന്നും ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവും കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞു? ആരെ പറ്റി പറഞ്ഞു? എനിക്ക് മനസ്സിലാവൂടാ. എന്നെ മണ്ടരാക്കാൻ നോക്കുന്നത് വേണ്ട നീ. മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ വേറെ ഒരു ദേവിമാരെ അണ്ണന് കിട്ടിയില്ല, കുന്തി ദേവിയെ തന്നെ കിട്ടിയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ലേഡീസ് ദൈവങ്ങൾ ഉണ്ടായിട്ട് അണ്ണന് കുന്തി ദേവിയെ പറഞ്ഞപ്പം അതിന്റെ പുറകിൽ അണ്ണൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. കാലത്ത് എഴുന്നേറ്റ് ഓരോരുത്തർമാർ വരും. അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, അച്ചാച്ചൻ അമ്മാമനെ കൊണ്ട്. കേരള സമൂഹത്തിൽ എന്ത് വഷളത്തരവും എന്ത് അശ്ലീലവും പറയാനുള്ള ഒരു ലൈസൻസ് ബോബി ചെമ്മണ്ണൂർ നമ്മൾ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപരാധം. താഴ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു വലിയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ്. വളരെ വലിയ അശ്ലീലം വിളിച്ചു പറയുമ്പോ കൈയടിക്കാണ് ആളുകൾ. നിന്റെ അച്ഛൻ പട്ടി, നിന്റെ അമ്മ പട്ടി, എല്ലാരും പട്ടി. ബോബി ചെമ്മണ്ണൂരിനെ പിന്തുടരുന്ന മുഴുവൻ ആളുകളും കേരളത്തിലെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.